71ാമത് ദേശീയ സിനിമാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വലിയൊരു വേലിയേറ്റമാണ് വിവാദങ്ങളുടെ. പ്രത്യേകിച്ചും കേരളത്തിൽ നാം പ്രതീക്ഷിച്ചിരുന്ന സിനിമകൾക്ക് അവാർഡ് ലഭിച്ചില്ല. ആടുജീവിതം പോലുള്ള കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന അവാർഡിൽ 10 എണ്ണം വാരിക്കൂട്ടിയ സിനിമയ്ക്ക് എന്തുകൊണ്ട് ഒരു അവാർഡ് പോലും ലഭിച്ചില്ല എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് കേരള റിയൽ സ്റ്റോറി എന്ന സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള പുരസ്കാരം, സംവിധായകനുള്ള പുരസ്കാരം നൽകുമ്പോൾ കേരളത്തിൻ്റെ ആശയവും പ്രതിഷേധവും വേലിയേറ്റമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ 2 സിനിമയ്ക്ക് ഒന്നിന് തിരസ്കാരവും ഒന്നിന് പുരസ്കാരവും ലഭിക്കുന്നത് എന്ന് മലയാളികളിൽ ഒരു വിഭാഗം മുഖത്ത് വിരൽ വെച്ച് ചിന്തിക്കുന്നുണ്ട്. പൃഥ്വിരാജ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ രംഗത്ത് ഒരു സാധാരണ മലയാളിയുടെ പ്രവാസി ജീവിതത്തിൻ്റെ ദുരിതപൂർണമായ കഥ പറഞ്ഞുകൊണ്ടും ആർട്ടിസ്റ്റിക്കായും ടെക്നിക്കലായും ക്രിയേറ്റീവായും ഇതിനെ ഒരുപടി മുന്നിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും മലയാളികൾ ഒന്നടങ്കം കൈയടിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം നാഷണൽ ഫിലിം പുരസ്കാര കമ്മിറ്റിയുടെ ചെയർമാൻ അശുതോഷ് ഗവാരിക്കറിന്റെ പ്രഖ്യാപനത്തിൽ ആടുജീവിതം എന്ന പേര് തന്നെ കണ്ടില്ല എന്നുള്ള ഞെട്ടല് വിട്ടുമാറും മുമ്പ് തന്നെ ജൂറിയുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ആടുജീവിതം അവസാന റൗണ്ട് വരെ പോലും ഒരു നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു മത്സരാർത്ഥി എന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല വിവരങ്ങളാണ് പറയുന്നത്. കാരണങ്ങൾ പലതും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ജൂറി മൊത്തത്തിലുള്ള ഭൂരിപക്ഷം തീരുമാനത്തിൻ്റെ പ്രകാരം ആടുജീവിതം എന്ന കഥയോ ആടുജീവിതം സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്തത് ഏറ്റെടുക്കപ്പെട്ടതോ ആ രീതിയും ആ കലാപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമൊക്കെ ഒരുപക്ഷെ ദേശീയ പുരസ്കാരം നൽകാനുള്ള ലെവലിലേക്ക് സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നിട്ടില്ല എന്നാണ് അവിടുന്ന് വരുന്ന തിരസ്കാര കാരണങ്ങൾ. ഏറ്റവും നല്ല നടനായി ഇപ്രാവശ്യം പുരസ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാൻ പോലുള്ള മുൻനിര ഗ്ലാമർ താരം വരുമ്പോൾ നാം ഒരുപക്ഷെ ഗ്ലാമറിൻ്റെ പരവേശത്തിലാവും ജൂറി ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തതെന്ന് പറയാൻ പോലും സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഷാരൂഖ് ഖാൻ്റെ ജവാൻ എന്ന ചിത്രത്തിൽ അഭിനയത്തിനാണ് ഇപ്രാവശ്യം അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന തമിഴിലെ വിഖ്യാതനായ സംവിധായകൻ ആറ്റ്ലിയാണ്. ആറ്റ്ലി മാത്രമല്ല, തമിഴിലെ വലിയൊരു സംഘം തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഈ സിനിമയിൽ നയൻതാര ആദ്യമായി ഹിന്ദി സിനിമയിലേക്ക് വരുന്നു. ഷാരൂഖ് ഖാൻ ഈ സിനിമയിൽ ഒരു അച്ഛനും മകനും ആയിട്ടുള്ള ഡബിൾ റോളിലാണ് വരുന്നത്. ഈ സിനിമയുടെ കഥ തന്നെ മൊത്തത്തിൽ അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഷാരൂഖ് ഖാൻ വരുന്നത്. നയൻതാര ആദ്യമായി തമിഴിൽ നിന്നും ഹിന്ദിയിലേക്ക് വരുന്നു. നയൻതാരയ്ക്കൊപ്പം തന്നെ ആദ്യമായി വിജയ് സേതുപതി തമിഴിലേക്ക് വന്ന് അഭിനയിക്കുന്നു. ഷാരൂഖ് ഖാൻ മാത്രമല്ല, താരപ്രഭയിൽ മൊത്തം വീണു പോകാതെ വിക്രാന്ത് മെസ്സ എന്ന ചെറുപ്പക്കാരനായ ഒരു നടന് കൂടി ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം ലഭിക്കുന്നു. ഇദ്ദേഹം അഭിനയിച്ച 12th ഫെയിൽ എന്ന സിനിമയിലാണ്. ഈ സിനിമയ്ക്ക് ഏറ്റവും നല്ല ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയധികം നോട്ടബിൾ ആണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അവസരം കിട്ടിയാൽ നാം എല്ലാവരും കാണേണ്ട സിനിമകൾ കൂടിയാണ്. ഇതൊരു ബയോഗ്രഫിക്കൽ സിനിമയാണ് 12th ഫെയിൽ എന്ന സിനിമയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പരിശ്രമങ്ങളും കഠിനാധ്വാനങ്ങളും ആത്മവിശ്വാസം കൊണ്ട് IPS കേഡറിലേക്ക് വരുന്ന അനുരാഗ് പഥക് എഴുതിയ ഒരു കഥയിൽ അധിഷ്ഠാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മനോജ് കുമാർ ശർമ്മ എന്ന ഒരു IPS ഓഫീസർ അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ എത്ര കഠിനമായ പരിശ്രമം കൊണ്ട് ഈ പദവിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. നല്ലതിനുള്ള അവാർഡ് കേരളത്തിൽ നിന്ന് ആർക്കുമില്ല. പൃഥ്വിരാജിന് ആടുജീവിതത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷ പോലും പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു. നല്ല നടിക്കുള്ള അവാർഡ് ഇപ്രാവശ്യം ഷാരൂഖ് ഖാനെ പോലെ തന്നെ മെയിൻ സ്ട്രീമിലുള്ള ഗ്ലാമർ നടിയാണ് റാണി മുഖർജി. അഭിനയിച്ച സിനിമയായ മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ഹിന്ദി സിനിമയ്ക്കാണ്. ഇതൊരു ലീഗൽ ഡ്രാമയാണ്. ഈ ചിത്രം എഴുതുകയും സംവിധാനം ചെയ്തത് അഷിമ ചിമ്പറാണ്. പാർവതി തിരുവോത്തും റാണി മുഖർജിക്കൊപ്പം നല്ല നടിക്കുള്ള അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ അവസാന റൗണ്ട് വരെയും ഉണ്ടായിരുന്നു. പാർവതി തിരുവോത്തിന് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ നല്ല നടിക്കുള്ള അവാർഡ് ലഭിക്കാനുള്ള സാധ്യതകളാണ് ജൂറിയുടെ മൊത്തത്തിലുള്ള നിരീക്ഷണത്തിലും പരാമർശങ്ങളിലും കാണുന്നത്. പക്ഷേ തിരുവോത്ത് അവസാന റൗണ്ടിൽ പിന്തള്ളപ്പെട്ടു. അത് റാണി മുഖർജിക്ക് അവാർഡ് ലഭിക്കുകയും ചെയ്തു. പാർവതി തിരുവോത്ത് ഇപ്രാവശ്യം അവാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നല്ല നടിക്കുള്ള ഒരു അംഗീകാരം എന്നതിലപ്പുറം പാർവതി കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ വളരെയധികം പ്രതിഷേധങ്ങൾക്കും പ്രതിരോധങ്ങളെയും നേരിട്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു കലാകാരി എന്ന നിലയിലും പ്രത്യേകിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സിനിമയിൽ നടക്കുന്ന പല രീതിയിലുള്ള ലോബിയിങ്ങിനെ കുറിച്ചുമൊക്കെ വളരെ വെട്ടിത്തുറന്ന് പ്രതികരിക്കുന്നത് കൊണ്ട് മാത്രം പാർവതിയെ മാറ്റി നിർത്തി മിക്ക സംവിധായകന്മാരും പ്രത്യേകിച്ചും മുഖ്യധാര സംവിധായകന്മാരും മുഖ്യധാര സിനിമയും പാർവതിയെ മാറ്റി നിർത്തുന്നതിൽ നിന്ന് നല്ലൊരു മറുപടി കൊടുക്കാൻ സാധിക്കുമായിരുന്നു പാർവതി ഇപ്രാവശ്യം നല്ല നടിക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നെങ്കിലും. നല്ല സഹനടിക്കുള്ള അവാർഡ് ശ്രീമതി ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രം ജൂറി മൊത്തത്തിൽ എല്ലാ റൗണ്ടിലും
വിവിധങ്ങളായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ളതും കലാപരമായിട്ടുള്ളതുമായ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സിനിമ എന്ന രീതിയിൽ വളരെയധികം പരിഗണിക്കപ്പെട്ടിട്ടുള്ള സിനിമയാണ്. അവസാനം ഉർവശിക്ക് ഈ ചിത്രത്തിൽ നല്ല സഹനടിക്കുള്ള സപ്പോർട്ടിംഗ് ആക്ട്രസ് നല്ല സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ മലയാളത്തിന് അഭിമാനിക്കാവുന്നത് വിജയരാഘവൻ പൂക്കാലം എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ഒരു വൃദ്ധന്റെ കഥാപാത്രം അഭിനയിച്ചതിന് നല്ല സഹനടനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. സുധിബോസൻ സംവിധാനം ചെയ്തിട്ടുള്ള കേരള ദ റിയൽ സ്റ്റോറി എന്ന കഥയിൽ ലവ് ജിഹാദിനെ കുറിച്ച് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ചിത്രമാണ്. വളരെയധികം എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേരള സമൂഹത്തെ മൊത്തത്തിൽ അടിച്ചേക്ഷേപിക്കുന്ന ഒരു സിനിമയാണ് എന്ന രീതിയിലും ഇതൊരു പ്രൊപ്പഗൻഡ ബേസ്ഡ് സിനിമയാണ് എന്ന രീതിയിലും വളരെയധികം അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് കേരളത്തിനെ അനുകൂലിക്കുന്ന, കേരളത്തിൻ്റെ സിനിമകളെ അനുകൂലിക്കുന്നവരും അതുപോലെ കേരള സ്റ്റോറിയെ പ്രതികൂലിക്കുന്നവരുമായിട്ടുള്ള ചുരുക്കം ചിലർ ജൂറിക്കുള്ളിൽ വലിയ വാഗ്വാദങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അവസാനം അശുതോഷ് ഗവാരിക്കൻ്റെ നേതൃത്വത്തിലുള്ള ജൂറി കേരള ദ റിയൽ സ്റ്റോറിക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് ഏറ്റവും നല്ല സിനിമ സംവിധാനത്തിനുള്ള അവാർഡ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന ചിത്രം നല്ല സഹനടിക്കുള്ള അവാർഡ് ഉർവശിക്ക് നേടിക്കൊടുത്തുവെങ്കിലും ക്രിസ്റ്റോയുടെ സിനിമ അവസാന റൗണ്ട് വരെ പല കാരണങ്ങളാലും കലാമൂല്യത്താലും സാങ്കേതിക മൂല്യത്താലും ഒക്കെ ഒട്ടനവധി നല്ല പരാമർശങ്ങൾ ഉൾപ്പെടെ ജൂറി പരിഗണിച്ചൊരു സിനിമയാണ്. എന്നാലും ഈ സിനിമ അവസാനം കേരള സ്റ്റോറിക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നു. കേരള സ്റ്റോറി അവാർഡ് നേടുകയും ഉള്ളൊഴുക്ക് അവാർഡുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തു. കേരള സ്റ്റോറി ഒരു പ്രൊപ്പഗൻഡ സിനിമയാണെന്ന് ജൂറിക്കുള്ളിൽ തന്നെ തർക്കങ്ങൾ ഉന്നയിച്ചവരുണ്ട്. കേരള സ്റ്റോറിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടവരുമുണ്ട്. കേരള സ്റ്റോറി ഒഴിവാക്കുകയാണെങ്കിൽ ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയെന്ന് പറഞ്ഞാൽ ഉള്ളൊഴുക്ക് വെറുമൊരു ഫാമിലി ഡ്രാമയിൽ ചുരുങ്ങുന്ന രീതിയിലുള്ള ഒരു ചെറിയ ചിത്രമാണെന്ന് പോലും കേരള സ്റ്റോറിയെ അനുകൂലിച്ചവർ ജൂറിക്കുള്ളിൽ തർക്കങ്ങൾ ഉയർത്തിയിരുന്നു. റഫീഖ് അഹമ്മദ് എഴുതിയ പെരിയോനെ ഉടയോനെ എന്ന ഗാനം ഈ ആടുജീവിതം സിനിമയിൽ എന്തുകൊണ്ട് പിന്തള്ളപ്പെട്ടു എന്നുള്ള കാരണങ്ങൾ പലരും തേടി പോകുന്നുണ്ട്. മുഖ്യമായ കാരണങ്ങൾ പറയപ്പെടുന്നത് ഈ സിനിമാ ഗാനം പ്രത്യേകിച്ചും ഒരു നോർത്ത് ഇന്ത്യൻ നോൺ മലയാളി ആയിട്ടുള്ളൊരു ജൂറി ഇതിനെ പരിശോധിക്കുമ്പോൾ സാധാരണ സിനിമാ ഗാനങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ ഇമ്പമാർന്ന രീതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കാറുണ്ട്. പക്ഷേ പെരിയാനോ ഉടയാനോ എന്ന ഗാനം ആടുജീവിതത്തിൽ നിന്നെടുത്തത് ഇംഗ്ലീഷ് പരിഭാഷ നന്നായി കൊടുക്കുന്നതിൽ സാങ്കേതികമായി ഈ സിനിമയുടെ ടീമിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ പരിഭാഷ ജൂറി ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റു പല ഭാഷയിലുമുള്ള പല ഗാനങ്ങളും നന്നായി ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി ഭാവങ്ങൾ ചോരാതെ സംഗീതാത്മക നിലനിർത്തിക്കൊണ്ട് ജൂറിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആടുജീവിതം പൂർണ്ണമായി റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഗോകുൽ അവതരിപ്പിച്ച കഥാപാത്രം ആടുജീവിതത്തിൽ വളരെയധികം പ്രശംസകൾ ഏറ്റുവാങ്ങാൻ ജൂറിയുടെ ഭാഗത്ത് നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നോവൽറ്റി, പുതുമയും അതുപോലെ തന്നെ ഇൻഫ്ലുവൻഷ്യൽ, ഇതിൻ്റെ ഒരു സ്വാധീനവും ഈ കഥാപാത്രത്തിന് വളരെയധികം മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ജൂറി മൊത്തത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ സിനിമയ്ക്ക് സാങ്കേതികവും സാമൂഹികവുമായ പോരായ്മകളുള്ളത് കൊണ്ട് ആ സിനിമയുടെ എൻവയറമെന്റിൽ നിർത്തിക്കൊണ്ട് ഗോകുലിന്റെ കഥാപാത്രത്തിന് ഒരു അവാർഡ് നൽകാനോ പുരസ്കരിക്കപ്പെടാനും ഉള്ള സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തുകയുണ്ടായി. ഉള്ളൊഴുക്ക് മറ്റ് പല കാരണങ്ങളും കൊണ്ട് തന്നെ അവാർഡിന് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, അതുപോലെ തന്നെ സാങ്കേതിക വശങ്ങൾ ഇവയൊക്കെ ഉള്ളൊഴുക്ക് ഒരു അവാർഡിനായി പുരസ്കൃതമാകുമെന്ന് ആദ്യ റൗണ്ടുകളിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. പുതുമുഖ സംവിധായകനുള്ള അവാർഡും ഉള്ളൊഴുക്ക് സിനിമയുടെ സംവിധായകർക്ക് ലഭിക്കുമെന്നും അതുപോലെ തന്നെ ഉർവശിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഉള്ളൊഴുക്ക് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഉള്ളൊഴുക്ക് സിനിമയിൽ സിനിമാറ്റോഗ്രാഫിക്ക് ഷെഹനാസ് ജലാലിന്റെ സിനിമാറ്റോഗ്രാഫിക്ക് നാഷണൽ അവാർഡ് കിട്ടാനുള്ള സാധ്യതകളും പരിഗണനകളും അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ ഇത് പിന്തള്ളപ്പെടുകയാണ് ചെയ്യപ്പെട്ടത്. ഉള്ളൊഴുക്കും 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന ചിത്രവും അവാർഡിന് പല രീതിയിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയ്ക്ക് അത് സാങ്കേതികമായ പല മേന്മകളും നിലനിൽക്കുമ്പോൾ തന്നെ ആ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഡിസൈനിലുള്ള അവാർഡ് പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ ആ സിനിമ മൊത്തത്തിൽ ഒരു പൂർണ്ണമായ ഒരു കൺസിഡറേഷൻ, ഒരു പരിഗണന ലഭിച്ചില്ല എന്ന് പറയാം. ജൂറി ഇതിനെ സമീപിക്കുന്നത് ഇങ്ങനെയാണ്. ജൂറി പറഞ്ഞത് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമ കേരളത്തിൽ നടന്ന ഒരു ഫ്ലഡിന്, വെള്ളപ്പൊക്കത്തെ അധിഷ്ഠിതമായി ഉണ്ടായ ഒരു കഥയാണ്. ഈ വെള്ളപ്പൊക്കം അനുഭവിച്ചവരോ കണ്ടവരോ അല്ലാത്തവർക്ക് ഈ സിനിമയുടെ കാമ്പോ അല്ലെങ്കിൽ സിനിമയുടെ കഥയുടെ രൂക്ഷതയോ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഇത്തരത്തിലുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയ്ക്ക്
നാഷണൽ അവാർഡുകൾ കിട്ടുന്നതിൽ നിന്നും പരിഗണിക്കയിൽ നിന്നും പലതും ഒഴിവാക്കപ്പെട്ടത്. പക്ഷേ ഇതിന് പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫി അവാർഡുകൾ ഈ സിനിമയ്ക്ക് കിട്ടേണ്ടതായിരുന്നു. പ്രേക്ഷക സ്വാധീനം നേടാൻ കഴിയുന്ന സിനിമ എന്ന രീതിയിൽ പോലും പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന 2018 എവരിവൺ ഈസ് ഹിയർ എന്ന സിനിമ മിസ് ചെയ്തൊരു പക്ഷേ ഇതിൻ്റെ ഒരു അപ്പീൽ അത്രയ്ക്ക് ബ്രോഡ് ബേസ്ഡ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. 2025 പ്രഖ്യാപിച്ച കഴിഞ്ഞ വർഷത്തെ ദേശീയ സിനിമ അവാർഡുകളെ സംബന്ധിച്ച് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഷാരൂഖ് ഖാനും റാണി മുഖർജിക്കും മുഖ്യധാര സിനിമ ഗ്ലാമർ താരങ്ങൾക്ക് നല്ല നടനും നടിക്കുമുള്ള അവാർഡുകൾ ലഭിച്ചു എന്നുള്ളതാണ്. തത്തുല്യമായൊരു പരിഗണന തന്നെയാണ് ഒരുപക്ഷെ ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ നല്ല സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചതും അതുപോലെ തന്നെ പൂക്കാലം എന്ന ചിത്രത്തിൽ നല്ല സഹനടിനുള്ള അവാർഡ് ശ്രീ വിജയരാഘവന് ലഭിച്ചതും പാർവതി തിരുവോത്തിന്റെ അഭിനയം പൂർണ്ണമായും അവസാന നിമിഷം വരെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നല്ല നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ടാകും വിധം പരിഗണിക്കപ്പെട്ടു എന്നുള്ളതും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. വിവാദങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ആടുജീവിതത്തിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അമിതമായ പ്രതീക്ഷയാണോ അതിൻ്റെ സിനിമയ്ക്ക് പിറകിലുണ്ടായിരുന്നവർക്കുണ്ടായിരുന്നത് എന്നറിയില്ല. ഈ സിനിമകളിലെല്ലാം ത്യജിക്കപ്പെടുന്നതോ അംഗീകരിക്കപ്പെടുന്നതോ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയമാണ് എന്ന് പറയുന്നവരുണ്ട്. കേരളത്തിൽ ആടുജീവിതത്തിന് 10 അവാർഡുകൾ വാരിക്കൂട്ടിയതിൻ്റെ കാരണം ഇതിൽ പറയുന്ന പ്രവാസിയുടെ കഥയും മലയാളി ഉൾക്കൊള്ളുന്നതിൻ്റെ രാഷ്ട്രീയവും ഒക്കെ ആവാം. അത് നാഷണൽ ലെവലിൽ പോകുമ്പോൾ ദേശീയ തലത്തിലെത്തുമ്പോൾ എത്രത്തോളം കൺവിൻസിങ് ആകുമെന്നുള്ളതാണ് സാങ്കേതികവും കലാപരവുമായിട്ടുള്ള വിഷയം. ഉള്ളൊഴുക്കെന്ന സിനിമയ്ക്ക് പോലും അതിലെ കലാകാരന്മാർക്ക് ലഭിക്കേണ്ട പൂർണ്ണമായ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ല. മൂന്നാമത്തെ സിനിമ 2018 ദ ട്രൂ ഹീറോ എന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് സാങ്കേതിക കാരണങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് ചെറിയ അവാർഡുകളിൽ ഒതുക്കി. പക്ഷേ മലയാള സിനിമ അതിൻ്റെ സ്ട്രെങ്ത് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വളരെയധികം ഭാഷകളും അവിടുന്ന് ഒട്ടനവധി സിനിമകളും വരാറുണ്ട്. ആസാമിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മിസോറാമിൽ നിന്നും ഒഡിയയിലും ഭോജ്പൂരിയിലും കാശ്മീരിൽ നിന്നും ഒക്കെ സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. ഹിന്ദിയിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് സിനിമകൾ ഓരോ വർഷവും വരികയും അത് പല സിനിമകളും നാഷണൽ അവാർഡിന് വേണ്ടി പരിഗണിക്കപ്പെടാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഈ വലിയ കുത്തൊഴുക്കിനിടയിൽ മലയാള സിനിമ ചുരുക്കം ചില അവാർഡുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാകിൽ പോലും മലയാള സിനിമയുടെ കാമ്പ് പുറത്ത് കാണിക്കുന്ന മഹത്തായ അംഗീകാരമാണ് ഈ സിനിമ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമായ കാരണങ്ങൾ പറയുന്നുണ്ടാവുന്ന നാം ഒരു പക്ഷേ കേരള ദ റിയൽ സ്റ്റോറി പോലുള്ള സിനിമയ്ക്ക് നല്ല സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്നാലും മലയാള സിനിമ ചെറുത്തു നിന്നു. വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകട്ടെ, അന്താരാഷ്ട്ര ലെവലിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മലയാള സിനിമ അഭിമാനകരമായി തന്നെ നമുക്ക് പിന്തുടരാം. ഒരു കാര്യം മാത്രം നമുക്ക് സമ്മതിക്കേണ്ടി വരും, ലോകത്ത് സിനിമകൾ ഉണ്ടാകുന്നത് മലയാളത്തിൽ മാത്രമല്ല, മറ്റ് ഭാഷകളിലും ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പലതും വളരെ നല്ല സിനിമകളാണ്, നല്ല കലാകാരന്മാരാണ്, നല്ല മൂവി ആക്ടേഴ്സ് ആണ്, നല്ല ടെക്നീഷ്യൻസ് ആണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടും. വിവാദങ്ങൾ ഉയർന്നു വരട്ടെ, ചർച്ചകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ.